ഹലോ ഗേസ് ദേവസ് വ്ളോഗിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ചൂണ്ടാൻ വന്നേക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ളൊരു കുളം എന്ന് പറയാൻ പറ്റില്ല, ഒരു കണ്ടാമ്പത്തെ സ്ഥലത്താണ് ഞാൻ ചൂണ്ടാൻ വന്നേക്കണത്. അവിടെ നമുക്ക് കൈപ്പത്തിന് അത്രയും സൈസുള്ള ഒരു 2 കരിപ്പിടീനെ കിട്ടിയിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്നൊന്നും കിട്ടാതായപ്പോഴത്തേക്കും നമ്മൾ നേരെ നമ്മുടെ തോട്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബെയ്റ്റായിട്ട് ഉപയോഗിക്കണത് ഇവിടെ മൈദയാണ്. ഞാൻ മൈദ ഇട്ട് മീൻ പിടിക്കാൻ നോക്കുകയാണ്, കിട്ടണില്ല. എൻ്റെ ഡ്രസ്സിന് നിറച്ച് മൈദയൊക്കെയാണ് ഗേസ്. അപ്പോൾ ഫുള്ള് കാലിലൊക്കെ ചെളിയാണ്. അപ്പോൾ കുറേ പ്രാവശ്യം ഇട്ടിട്ടൊന്നും നമുക്ക് കിട്ടണില്ല. നമ്മൾ നന്നായിട്ട് കൊത്തിൻ്റെ ഒക്കെ ഉണ്ട്. ഇപ്പോൾ പിന്നീട് നിങ്ങൾ വിചാരിച്ചു എൻ്റെ ചൂണ്ട ഉണ്ടാക്കണത്, എൻ്റെ ചൂണ്ട എങ്ങനത്തെയാണെന്ന്. ഞാൻ ഒരു ഈർക്കിൽ വെച്ചാണ് ഈ ചൂണ്ട ഉണ്ടാക്കിയേക്കണത്. വളരെ എളുപ്പമായിട്ടാണ് ഉണ്ടാക്കിയേക്കണത്. ചൂണ്ടയെന്നൊന്നും പറയാൻ പറ്റില്ല, നല്ലൊരു ചെറിയൊരു ചൂണ്ട. അപ്പോൾ നമ്മളിങ്ങനെ ഇടുകയാണ്, കാര്യമായിട്ടൊന്നും കൊത്തണില്ല ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഇടുകയാണ്. അപ്പോൾ ഇത്തവണ ഇട്ടപ്പോൾ ഒരു വലിയ പാമ്പുണ്ടോ, അത് പറയില്ല, അതിൻ്റെ അടുത്തുകൂടെ വന്നിട്ട് പോയി ഗൈസ്. അപ്പോൾ ഞാൻ അത് വലിക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് വലിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് നമുക്കത് മിസ്സായിപ്പോയിരുന്നു ഗൈസ്. അപ്പോൾ എന്നാലും നമ്മൾ പരിശ്രമിക്കും. നമ്മളിപ്പോൾ വീണ്ടും ഇടുകയാണ്. അപ്പോൾ നമ്മളിത് വീണ്ടും കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ടങ്കീസ് കഴിഞ്ഞ് നമ്മൾ വലിച്ച് നമുക്ക് കിട്ടിയ ഗൈസ് ഒരു ചെറിയൊരു സൈസുള്ള ഒരു മുണ്ടത്തിപ്പല്ലാണ് നമുക്ക് കിട്ടിയേക്കണത്. ചെറുതാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയും കഴിയിട്ട് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേ എണ്ണം പിടിച്ച് നമുക്ക് കറി വെക്കാനുള്ള അത്ര ആക്കണം. അപ്പോൾ ഇതാണ് കൂട്ടത്തിലെ ഏറ്റവും വലിയ കരിപ്പിടിയാണിത്. എൻ്റെ കൈപ്പത്തിൽ അത്രയും സൈസുള്ളൊരു കരിപ്പിടിയാണ്. അപ്പോൾ നമ്മളിപ്പം ഒന്നും കൂടി ഇടുകയാണ്. കുറേ നേരമായിട്ടൊന്നും കൊത്തണില്ല കേസ്. അപ്പോൾ എന്നെ എൻ്റെ ക്യാമറയ്ക്ക് വേണ്ടി സഹായിക്കണത് എൻ്റെ കൂട്ടുകാരൻ ജെനിയ അബിയുമാണ് എന്നെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും ഇങ്ങനെ ഇടുക വലിക്കുക ഇതേ അവസ്ഥയുള്ളൂ കേസ്. പക്ഷേ കിട്ടണമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ കിട്ടാത്തപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ വീടിൻ്റെ തോടിൻ്റെ അടുത്തൂടെ പോണ പാടങ്ങളൊക്കെ ഒന്ന് കാട്ടിത്തരുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പാടങ്ങൾ. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ ഇടുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ വെറുതെ വലിച്ചതാണ് കേസ്. ഞാൻ ഒന്നും അറിയില്ല. ഞാൻ നേരെ പോയപ്പോൾ ഞാൻ തിരിച്ചിങ്ങനെ എടുത്താണ്. അപ്പോഴത്തേക്കും ഒരു കൂരിക്കുട്ടീനെ കിട്ടി. ചെറിയൊരു കൂരിയാണ്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ വിടാൻ തീരുമാനിച്ചേക്കുകയാണ്. നമ്മളിന്ന് നന്മമാരാകാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ വിടാൻ പോവുകയാണ്, റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പോട്ടെ. അപ്പോൾ അതതിൻ്റെ പാട് നോക്കി പോയിട്ടുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നല്ല മഴ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്ര മീനാണ് നമുക്ക്